വി ഡി സതീശനെ പരിഹസിച്ച് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണന്റേതാണ് പരിഹാസം. മനോരമ നോക്കിയാണ് വി ഡി സതീശൻ വിഷയം നിശ്ചയിക്കുന്നതെന്ന ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ. സന്തോഷ് ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സന്തോഷ്, വി ഡി സതീശൻ ഓരോ ആരോപണങ്ങൾ, ഓരോ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ അതെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന ഒരവസ്ഥയുണ്ട്, ഓരോ വാർത്തകൾ പൊളിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ സത്യാവസ്ഥ ഓരോന്നും പുറത്തു വരുമ്പോൾ വി ഡി സതീശനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇന്ന് എന്താണ് വിഷയമെന്ന് വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനോരമയൊന്നും പറഞ്ഞിട്ടില്ല, മനോരമ നോക്കട്ടെ എന്നാണ് വി ഡി സതീശന്റെ മറുപടി. ആ രീതിയിലാണ് പോസ്റ്റർ. തീർച്ചയായും വിനിഷ, നിയമസഭ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെയുള്ള, കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു നേതാവ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. കണ്ണൂരിലെ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണനാണ് ഇത്തരത്തിൽ സതീശനെ പരിഹസിച്ചുകൊണ്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഇന്നലെ രാത്രി അപ്ഡേറ്റ് ചെയ്തത്. നേതാവെ, അടുത്ത വിഷയം എന്താണെന്നും ഒരു നിശ്ചയവുമില്ല, മനോരമയിൽ ഒന്നും വന്നില്ല എന്ന് മറുപടി നൽകുന്ന രീതിയിൽ, സതീശൻ മറുപടി നൽകുന്ന രീതിയിലുള്ള ഒരു പരിഹാസ പോസ്റ്ററാണ് ഈ ജയകൃഷ്ണൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി മാറ്റിയത്. അതായത് പ്രതിപക്ഷ നേതാവിന് സ്വന്തമായ വിഷയങ്ങളൊന്നും തന്നെയില്ല, മനോരമയിൽ പത്രത്തിൽ വരുന്ന വിഷയം മാത്രമേ പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാനുള്ളൂ എന്നുള്ള തരത്തിലാണ് ഈ ഒരു ആ തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഈ ഒരു വിഷയം വലിയ ചർച്ചയായി ഉയർന്നു വന്നിട്ടുണ്ട്. ഫിനിഷ, ആ ചോദ്യവും പ്രസക്തമാണ് എന്ന് തോന്നുന്നു സന്തോഷ്. നേതാവെ, അടുത്ത വിഷയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ വിഷയം കൊണ്ടുവരേണ്ട ഗതികേടിലാണ്. ഒരു വിഷയം ഒരു ദിവസം പോലും നിൽക്കുന്നില്ല. ആ കിട്ടിപ്പൊക്കുന്ന ഒരു നുണയുടെ കുമിള എന്ന് പറയുന്നത് വളരെ വേഗം പൊട്ടിപ്പോകുന്നു. ഒരു ദിവസം പോലും നിൽക്കുന്നില്ല. അടുത്ത വിഷയം എന്താണ് എന്ന് ചോദിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയിലാണ്. തീർച്ചയായും അതുതന്നെയാണ് പൊതുവെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശന് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം കോൺഗ്രസിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷെ പരസ്യമായി ആരും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. പക്ഷെ കോൺഗ്രസിനകത്ത് അത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് മറ്റൊന്ന്, കണ്ണൂരിൽ KPCC അധ്യക്ഷന്റെ തട്ടകത്തിലാണ് ജയകൃഷ്ണൻ. KPCC പ്രസിഡന്റിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിലുള്ള DCC ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ ഒരു ഒളിയമ്പ്, പരിഹാസ രീതിയിലുള്ള ഒളിയമ്പ് വാട്സ്ആപ്പ് സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിനിഷ, ശരി. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വി ഡി സതീശനെ പരിഹസിച്ച് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണനാണ് പരിഹാസ രൂപേണയുള്ള വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. മനോരമ നോക്കിയാണ് വി ഡി സതീശൻ വിഷയം നിശ്ചയിക്കുന്നത് എന്ന ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ. നേതാവെ, അടുത്ത വിഷയം എന്താണ്? അടുത്ത വിഷയം അറിയാറായിട്ടില്ല, മനോരമ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന മറുപടി നൽകുന്ന വി ഡി സതീശനുമാണ് പോസ്റ്ററിലുള്ളത്.